ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനം 5-ന്റെ 3-ാം വാക്യം. Romans 5:3. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയുളവാക്കുന്നു എന്നറിഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ നിന്ന് ആഴ്ചകൾക്ക് മുമ്പേ പിന്നെ നമുക്ക് ഒത്തിരി ഗസ്റ്റുകൾ ഞാൻ വന്നുകൊണ്ടിരുന്നു. ഈ വാക്യം കഷ്ടതയിലും പ്രശംസ എന്നുള്ള വചനം നമ്മൾ കഷ്ടതയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ദൈവവൈദ്യൻ എന്ന് പറഞ്ഞ പല കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. A child of God, being a child of God, you will have to face a lot of battles and a lot of tribulations will come your way. ചിലർക്ക് രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിവിധ നിലകളിൽ ഓരോരുത്തർ ഓരോ നിലയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. Each of us will go through different circumstances, different problems based on the calling that you have in your life. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എല്ലാം വിവിധ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയവരാണ്. Our forefathers Abraham, Isaac and Jacob, even they've gone through a lot of tribulation based upon their calling as well. നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം കഷ്ടത ദൈവം തരത്തില്ല. Praise the Lord. Our Lord will not allow us to be tempted beyond our able, is what God's word says. അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ 5 പറ കൊള്ളാവുന്ന ഒരു പറയ്ക്കകത്ത് 10 പറ കൊള്ളിക്കത്തില്ല. In a barn which can accommodate around 5 kgs of grain, they are not going to dump in around 10 kgs so as to accommodate that within the barn. 1 Corinthians 10:13 വാക്യത്തിൽ 1 Corinthians 10:13. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ട്. പരീക്ഷ നമുക്ക് ഒരു മനുഷ്യന് നടപ്പാക്കുന്ന മനുഷ്യന് ഉണ്ടാകുന്ന പരീക്ഷകളെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. God has given us temptation only which we are able. No temptation has overtaken you except that which is common to man, is what God's word says. ദൈവം വിശ്വസ്തനാണ്. God is faithful. നമുക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. Praise the Lord. He will never allow you to suffer or be tempted beyond what you're able. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴി ഉണ്ടാക്കും. But will with the temptation also make a way for you to escape out of that temptation. Praise the Lord. Hallelujah. 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 ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. So we mentioned from the word of the Lord a couple of weeks ago. എന്നാലും കഷ്ടങ്ങളുടെ മധ്യേ പിറുപിറുക്കുന്ന പലരുമുണ്ട്. There are many that murmur amidst affliction, amidst tribulation. അവൻ ചിലരെ ഞാൻ എന്തിനാ ജനിച്ചത് എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. Some of them, like Job said, I curse the day that I was born, they say. ഞാൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നല്ലതായിരുന്നു. Many of them say it was good that I wasn't born at all, it would have been good. നിന്നെ ഈ ഭൂമിയിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യം. Praise the Lord. The Lord has brought you onto this earth. Child of God, you need to understand He's got a purpose and a plan pertaining to your life. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ദൈവത്തിന് ഉദ്ദേശമില്ലാത്തവരില്ല. There is no one on the surface of the earth, in fact, nor anyone seated in the church, that God has brought you forth into this world without a purpose. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ തോന്നുന്നതൊന്നും അവൻ എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. If you've got doubts as to why my sustenance, why am I brought into this earth, why am I alive, then understand you've not come into the plan for which He has ordained you as yet. നമ്മൾ അവസാനമായി വായിച്ചത് കുശവന്റെ കയ്യിലെ കളിമണ്ണിനെ കുറിച്ചാണ്. So the last couple of weeks ago, we read about and we stopped at the point where we saw the clay being put onto the potter's wheel and being molded in the hands of the potter. That's where we left. കുശവന് കളിമണ്ണിന്മേൽ എത്ര അധികാരമുണ്ടോ അതുപോലെയാണ് നാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതെന്ന് ആരും മറക്കരുത്. When the clay is taken in the hands of the potter and he starts molding and he starts working upon the clay, the authority that the potter has got over the clay, likewise your master, your creator, has got the same authority that the potter has over the clay. Your creator has got an authority over you to mold you as per His will. യിരെമ്യാവ് 18:1 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ Jeremiah 18
1 onwards. യഹോവയിൽ നിന്ന് യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അടുത്തത്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവന്റെ വീട്ടിൽ യിരെമ്യാവ് എന്നപ്പോൾ When Jeremiah went into the potter's house, അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. he saw the potter working on the wheel. അടുത്തത്. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. The vessel that he was working upon got marred in his hands. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. Praise the Lord. ഇതാണ് അധികാരം. ആരാണ് ഈ കുശവൻ? Who is this potter? സർവശക്തനായ ദൈവമാണ്. It's our God, the Creator. ഈ ദൈവം This God, our God, കയ്യിൽ ഉടഞ്ഞു പോയ ആ കളിമണ്ണ് പാത്രത്തെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. praise the Lord. What he did is, when it got marred in his hands, he didn't take that lump and throw it aside, but rather he said, okay, you got marred in my hand, while yet in my hand you got marred. Now I'm going to mold you into something very different, is what the potter said. ഈ ഉടഞ്ഞു പോയ ചീത്തയായ പാത്രത്തെ ഈ കുശവൻ എടുത്ത് എറിഞ്ഞില്ല, കളഞ്ഞില്ല. He didn't take it and throw it away, rather he started remolding it again. രാവിലെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. During the morning I need to ponder. നമ്മളെല്ലാം ചീത്തയായി പോയ പാത്രങ്ങളായി. Praise the Lord. How many of you can say, yes, I was the clay in his hands while he was molding upon me. I wanted to go my way and I got marred in his hands. How many of you can acknowledge saying, yes, I am one amongst them. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന പ്രയോജനമില്ലാത്ത പ്രയോജനരഹിതമായ ഒന്നിനും കൊള്ളാത്ത ഫലശൂന്യമായ കളിമണ്ണിന് തുല്യമായ ബലമില്ലാത്ത ഒരു ഗുണവും വരാത്ത വെറും കളിമണ്ണായിരുന്നു ഞാനും നിങ്ങളും. You were hopeless, you and I were hopeless. We were dead in our transgressions and in our sins, and we got totally marred beyond recognition into his hands. But he said, I'm not going to throw you away. You were dead in your transgressions, but I'm going to revive you. I'm going to mold you into something very different, and I'm going to use you again. I'm going to mold you into something very useful for my sake. എന്നാൽ നല്ല കുശവനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അതാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ സുന്ദരോടുത്തു വസിപ്പതിനായി. He chose me from out of the many in order to fulfill his desire in my life. എന്റെ പശ്ചാത്തലം കണ്ടിട്ടല്ല, It's not looking at my family background. എന്റെ വ്യക്തിത്വം നോക്കിയിട്ടല്ല, It's not looking at my personality. എന്റെ കഴിവ് നോക്കിയിട്ടല്ല, It's not looking at my capability. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. God chose me in Christ Jesus. നമ്മെ കുറിച്ച് നമ്മളെ പലരും വിചാരിച്ചത് എന്തിനു കൊള്ളാം, എന്തായി തീരും, എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ചവരുടെ മുമ്പിൽ നീ ഒരു മാനപാത്രമായിരിക്കുന്നെങ്കിൽ അത് ഈ കുശവന്റെ അധികാരമാണ്. അവന്റെ കൈ നിന്നെ നടത്തിയ ആമേൻ വിധം ഭയങ്കരമാണ്. Praise God. Many of them had many assumptions about us. But what will this person be? Or whom will he or she turn out to be? What good are you? You are good for nothing. You are hopeless. But when you got into the hands of the good potter, he molded you in such a manner that you became a vessel of honor when you were earlier a vessel of dishonor. എത്രയോ പ്രാവശ്യം നാം എറിഞ്ഞു കളയേണ്ട നിലയിൽ ചീത്തയായി പോയതാണ്. Praise God. Many times we were not willing to yield into his will. Many times when he was working on us, he was molding on us, he tried to run an instrument to bring about a decoration on you. Even at that time you said, no, I don't want to go as per your will. How many times he was supposed to throw you and me away? ആമേൻ. Hallelujah. ഹല്ലേലൂയ. എന്നാൽ അവൻ എറിഞ്ഞു കളയാതെ അവൻ എന്നെ വേറെ
ഒരു പാത്രമാക്കി മാറ്റി. Praise God, but he didn't throw me away. Rather, he took me. He put me, dumped me onto the potter's wheel once again. He said, I'm going to work on you and make you something better. ആമേൻ. റോമാലേഖനം 9:18 മുതൽ 21 വരെ വായിക്കുമ്പോൾ Romans 9:18 to 21. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. On whom the Lord wants to have mercy, he has mercy. തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു. Praise the Lord, and whom he has got mercy and whom he will harden. ആരോട് കരുണ കാണിക്കണം, ആരോട് മനസ്സറിയണം, ഇത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. Praise the Lord, on whom he should have mercy. It's not for us to recommend, Lord, have mercy on this person, but rather it's for him to choose whom he wants to have mercy and whom he should not, or he would not want to have mercy. ദൈവം മോശയോട് കരുണ കാണിക്കുമ്പോ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. When God had mercy on Moses and the children of Israel, he did not have mercy on Pharaoh and the people, the Egyptians. ദൈവത്തിന്റെ വചനം കേൾക്കുന്തോറും വചനത്തോട് മത്സരിക്കുകയും വചനത്തിനുമേ കഠിനപ്പെടുകയും അനുതാപമില്ലാതിരിക്കുകയും ചെയ്യുമ്പോ നീ ഓർത്തോണം, വക്രനോട് ദൈവം വക്രനാണ്, ദയാലുവോട് അവൻ നീതി ചെയ്യുന്നവനോട് ദൈവം നീതിമാനാണ്. Praise God. When you listen to the word of God, instead of coming in repentance, you try to justify yourself. You show that you're a very good person. You don't want to change your hardened heart. Then understand that this one thing, he is to the deceitful, he is deceitful. To the merciful, he is merciful. To the one that shows justice, he is the one that shows justice. Our God repays a person according to how he is. റോമാലേഖനം 2:3 മുതൽ വായിക്കുമ്പോൾ Romans ഈ വാക്ക് 2:3 onwards. ആവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നനയ്ക്കുന്നുവോ? Praise the Lord. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരലിച്ചു വെക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കോപം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നാണെന്ന് ഓർത്തോ. Understand, the wrath of the Lord comes because of my way of life. അടുത്ത വാക്ക്, എന്നാൽ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. Praise the Lord. മാനപാത്രം ഹീനപാത്രം എന്നൊക്കെ പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? What you understand when it says of some vessels are the vessels of honor, some are of dishonor. Here itself when we sit, let's ponder with this. ഞാൻ മാനപാത്രമാണോ ഹീനപാത്രമാണോ? Am I a vessel of honor? Am I a vessel of dishonor? ഞാൻ മാനപാത്രം എന്നുള്ളതിന്റെ തെളിവ് എന്നിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വാക്ക്, പ്രത്യേക സ്വഭാവം, എന്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഞാൻ മാനപാത്രമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. What determines whether you're a vessel of honor or not is what comes out from your mouth, your attitude, your behavior, your rudeness, your lack of love. All of this determines what kind of a vessel you are. ദൈവിക സ്വഭാവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ഒരു മാനപാത്രമാണ്. Praise God. If I'm walking as per the will of God, then I am truly a vessel of honor. Praise the Lord. Hallelujah. അല്ല, ദൈവിക സ്വഭാവമായി എനിക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ
ഹല്ലേലൂയ. Hallelujah. മാനപാത്രമാക്കുന്നതും ഹീനപാത്രമാക്കുന്നതിന്റെയും പരമാധികാരം ദൈവത്തിനാണെങ്കിലും ഇത് രണ്ടും ഉണ്ടാകാനുള്ള കാരണം ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ മനോഭാവം, എന്റെ സ്വഭാവം, എന്റെ രീതികൾ, എന്റെ ആറ്റിറ്റ്യൂഡുകൾ ഇതിന് കാരണമാകുകയാണ്. Praise the Lord. When you say that God is the one that makes a vessel of honor and dishonor, what matters is, even though it's God who takes a prime decision as to whether I need to become a vessel of honor or dishonor, it is up to me as to what I reflect through my life. Do I show the love of Christ Jesus, or do I just show the love on the superficial level, or is my attitude, not like the attitude of Christ Jesus? If it's something else, that actually brings out God's will in making me a person of honor or desire or dishonor. ഹല്ലേലൂയ. Praise the Lord. യോശുവയുടെ കയ്യിലെ കളിമണ്ണ് ഉടഞ്ഞു പോയപ്പോൾ വീണ്ടും അതിനെ തോന്നിയതുപോലെ ഒരു പാത്രമാക്കി മാറ്റുവാൻ ആ മണ്ണിന്റെ അവസ്ഥയെ നമ്മൾ ചിന്തിക്കണം. Praise the Lord. When we say that the pot or the clay got marred in his hands, we also need to understand the texture of that clay. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ദീർഘക്ഷമ, ദൈവത്തിന്റെ സ്നേഹം, ഇതെല്ലാം ഈ കളിമണ്ണ് അതിലേക്ക് സമർപ്പിച്ചു കൊടുത്തപ്പോൾ ആണ് വീണ്ടും ഒരു പാത്രമാക്കി മാറ്റിയത്. If the clay would have gone dry, then he would not have been able to do much with it. But with the clay being moist, having that love of God, having everything, the attributes that are there in God being with the clay, making it moist enough, and that caused the potter to remake or remold. Else, if it would have gone dry, I do not know how much of use that clay would have been to the potter. മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. I understand that you don't. ഇത് ഗ്ലാസ്സാണ്. This is a glass. ഇത് ഞാൻ ക്രഷ് ചെയ്ത് പൊട്ടുന്നില്ല. So when I press it hard, it's not going to crush in my hands. ഈ സാധനം ഈ രൂപത്തിൽ വരുന്നതിന് മുൻപ് ഇതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. So earlier, before this cup could come into this shape, earlier it had a soft texture. നമ്മൾ ഈ കാണുന്ന സകല ഉപകരണങ്ങളുടെയും ബാക്കിലോട്ട് പോകുമ്പോൾ ഞാൻ ഈ തെർമോഫോമിക് പ്ലാസ്റ്റിക് ഒരുപാട് പ്രൊഡക്ഷനുകൾ, ഇലക്ട്രോൺ, TV, ടെലിവിഷൻ, റേഡിയോ, ടേപ്പ് റെക്കോർഡ്, ഫ്ലൈറ്റ് കമ്പനി, തനീത് എയറോസ്പേസിലെ ഇലക്ട്രോണിക്സ് പിക്ചറായിരുന്നു ഞാൻ. ഞാൻ ഒരുപാട് വിദേശത്തും ഇന്ത്യയിലുമുള്ള ഒരുപാട് കമ്പനികളിൽ, ഒരുപാട് പ്രൊഡക്ഷനിൽ, ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാസ്റ്റർ. സ്വത്രം. എൻ്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് എവിടെയായിരിക്കുന്നത്? അവിടെ ഉണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ലെറ്ററുകൾ, എനിക്ക് തന്ന ലെറ്ററുകൾ. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കപ്പ്, ഇവിടെ വെള്ളം കുടിക്കുന്ന കപ്പ്, ഈ കപ്പ് ആകുന്നതിന് മുൻപേ ഇതിൽ കടന്നുപോയ ഒരു സോഫ്റ്റ്നെസ് ഉള്ള എന്നാണ് പറയുന്നത്, ഒരു ഇഞ്ചക്ഷൻ മോഡിലേക്ക് അല്ലെങ്കിൽ തെർമോഫോമിലേക്ക് അതിനെ ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുൻപേ ഇത് സോഫ്റ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് അതിനെ രൂപത്തിലാക്കി മനോഹരമാക്കിയതിന് ശേഷമാണ് ഇത് ഉപയോഗമുള്ള ഒരു പാത്രമായി മാറിയത്. മനസ്സിലായോ നിങ്ങൾക്ക്? Pastor worked in several organizations. He was working in Bahrain. He worked in many, plastic molding and thermoform and injection molding and national aerospace. He worked for National Ready Mix. He worked for many organizations, so he's quite acquainted with all of this. So every material, be it any product which is there out in the market, if you look into it, the past of it was a raw material and later on converted through several processes to become a product that you see in your hand today. So that likewise is how a person is in the hands of God. My parents are no longer there in this earth. അവരുണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിച്ചാൽ ഷാജി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയായിരുന്നു അവർ പറയും, ഇതുപോലൊരു പോഷനായിരുന്നു, യവനെ കുസൃതിയായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, യവന്റെ ഭാവി എങ്ങനെ ആയിത്തീരുമോ എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. യവനെ ഒരു തരത്തിലും, നമ്മൾ പറഞ്ഞിട്ടല്ലോ, തെരച്ചിവാല്, വെള്ളിക്കമ്പ്, എല്ലാ കമ്പുകളും സകലതും എൻ്റെ മേൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ ഈ രീതിയിലാക്കിയ ഒരു പരമാധികാരിയായിരുന്നു. If you ask pastors' parents, or if you were to ask even my parents, people call us hopeless. People call us good for nothing. You will never come up in
reach nowhere in life. What is going to happen of you? My parents as well as his parents, they worried a lot about us, but what man couldn't imagine about us is where God took us, and way beyond man's imagination is God's thought about us as children of God. ഓവർസീർ ആയിരിക്കുന്ന ജോൺസൺ പാസ്റ്റർ ചേട്ടൻ ഡാനി ജോസഫ് പുള്ളി എന്നെ കുറിച്ച് പറഞ്ഞ സാരി അടിക്ക് മുട്ടിയാലും സാരിക്ക് രണ്ട് തോൽക്ക് മുട്ടി. One of the pastors said that, pastor was so naughty during his childhood days that they said that even if pastor lacks food, he will never lack getting whackings, beatings. എൻ്റെ നാട്ടുകാരനാണ് ഇരിക്കുന്നത് അലൻ, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സഭയിലെ മെമ്പറാണ്. നിങ്ങൾ കേൾക്കണേ, എന്നോട് ദൈവം ദയ കാണിച്ചപ്പോൾ അവൻ ദീർഘക്ഷമ കാണിച്ചു. അവൻ എന്നോട് മനസ്സറിഞ്ഞു. ഞാൻ അവന്റെ കരങ്ങളിലേക്ക് when the Lord looked into us and he had mercy on me, he was coming to me with an everlasting love. He had long suffering. He waited on me patiently while working on me. He saw my flaws. He saw everything that I was going through, but he worked on me really patiently, and he was molding me and made me into the product of his will that others started appreciating. ഈ പകലും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇതേ ഉദ്ദേശത്തിലേക്ക് ഞാൻ പണിയപ്പെടുവാൻ അവന്റെ ദയയിലേക്ക്, അവന്റെ കരുണയിലേക്ക്, ദീർഘക്ഷമയിലേക്ക്, അവന്റെ സ്നേഹത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയെ ആരുണ്ട്? നിന്നെ അവൻ ഇന്നും പണിയാൻ തയ്യാറാണ്. Praise God, he's still able to work on you. If you feel that I am not fulfilled, I am not the person I wanted to be, or I'm not coming to the place that the Lord wanted me to come into, if you are willing to yield into his hands even today, he is willing to work on you. He is willing to be patient on you. He is willing to, hold on to you. He's not going to break you into pieces, but only thing what you need to do is yield into his hands and say, Lord, yes, do your work on me. Continue your work on me. It pains, I know, Lord. It aches, I know, Lord. But I want to be that vessel that you can use for your kingdom. That is what you need to say today. ദിനകരൻ പാടിയ പാട്ടിനകത്ത് യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു. എന്താ കുറച്ച് നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ്. നീ ഏതെങ്കിലും സഭയുടെ മെമ്പർ ആയിരുന്നേക്കാം, നീ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞേക്കാം. യഥാർത്ഥ ദൈവ ഉദ്ദേശത്തിനായി നീ മാനമാത്രമായി അവന്റെ കയ്യാൽ പൂർണ്ണമായി പണിയപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ അവൻ വീണ്ടും നിന്നെ വിളിക്കുക, നിന്നെ പണിയ. Praise the Lord. Often, time and again, he keeps making you hearing messages of him calling you, come back, come into my stride, come under my control, come under me, and I will mold you. I will make you into something useful. No matter which church you are from, but today again, he's calling you, saying, come into my fold, and I will make you a vessel of honor. Jeremiah 18. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ല. ഇനി ഞാൻ രക്ഷപ്പെടോ? ഇനി എന്നെ അവൻ പണിയുമോ? ഇനി എന്നെ കൊള്ളാമോ? ഇനി എന്നോട് എന്തായിരിക്കും? പഴയതുപോലെ എനിക്ക് ഇനി ആകാൻ പറ്റുമോ? ഇനി എനിക്കൊരു രൂപം ഉണ്ടാകുമോ? ഇനി ആ ഉദ്ദേശത്തിലേക്ക് എനിക്ക് വരാൻ കഴിയോ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. If you feel that what is the use of my life, am I good for anything? If you wonder so, listen. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാനൊരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തത്. അത് മതി. ഞാൻ പറഞ്ഞ ഈ കളിമണ്ണ് പോലെ ഇരിക്കുക. നീ തകർന്നാലും തരിപ്പണമായാലും എനിക്ക് നിന്നെ മാനമാത്രമാക്കി പണിയാൻ പറ്റും, നിന്നെ ഹീനമാക്കാനും പറ്റും, എന്തു വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റും. Here's what the potter says to the clay: you are in my hands, you want to become a vessel of honor,
You want to become a vessel of dishonor? It's for you to decide. But you are in my hands. Tell me what you would want to become. Praise the Lord. Hallelujah. അപ്പൊ ചിലരൊക്കെ ഇത് കുശവന്റെ കൈ കഴിയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. Some of them feel that they're sitting in the hands of the potter. കളിമണ്ണിനെ കുറിച്ച് നല്ലപോലെ പഠിക്കണം. You need to study well about this clay. കളിമണ്ണ് കണ്ടവരെ ആരെങ്കിലും ഉണ്ടോ? How many of you have seen clay? ഈ വയലിലെ ഈ കളിമണ്ണല്ലേ? You find it along the fields. അത് വെള്ളമയത്തോടെ ഇതുള്ള സ്ഥലത്തൊന്നും ഒരു കൃഷി ഉണ്ടാകത്തില്ല. ഒരു പ്രയോജനമില്ലാത്ത മണ്ണാണ് കളിമണ്ണ്. Clay is something which is not useful. It's in such a manner, it's all clayey and it's all texture is always watery. So it's not good for the growth of the plants. ബൈബിൾ പറയുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയാ You who were dead in your transgressions, you were dead totally. Praise the Lord. ആ കളിമണ്ണിനെ അത് കർത്താവിനോട് എടുത്തത്. And that's a clay which was useless. It was not good for any production. It was not good for any life to come about. Such clay. Every one of us have got so many things to say about us. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലുക. Go down from where you were hewn, from where you were cut off, from where you were taken, from where He carved you out of the rock. And look back into that area. ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് യേശയ്യാ പ്രവാചകൻ പറയാണ്, Isaiah the prophet said, look at the children of Israel. നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് ഇറങ്ങി നോക്ക്. Look towards the rock from where you were hewn. ആ കനിഗർഭത്തിലേക്ക് നോക്കുമ്പോൾ Look deep into it from where you were cut off. എത്ര ഡാർക്കൻസ്, എത്ര ഇരുളാണ്. There was darkness deep within. അത് കറുത്ത് പുക പോലെ കരിപിടിച്ചിരിക്കുന്ന പോലെ ഇരുന്നതല്ലയോ? It was all black and it was all filled with smoky kind of a texture that you had. നോക്കി, ഇത് പ്ലാസ്റ്റിക് ആണ്. That is plastic. ഇത് എവിടെ നിന്ന് വന്നതാണ്? From where did it come? ഇത് ഏത് പ്രൊഡക്ഷനിൽ വന്നതാണ്? From which production? ഇത് പെട്രോളിയം പ്രൊഡക്ഷൻ ഉണ്ടായതാണ്. It's from petroleum. It's from production of petroleum. ഇതിന്റെ താഴേക്കൊന്ന് ചിന്തിച്ചാൽ താഴോട്ട് പോയാൽ If you go back to from where the city came, മണ്ണിന്റെ അടിയില് it was right under the earth. കല്ലും മണ്ണും എണ്ണയും സകല പദാർത്ഥങ്ങളും കൂടെ കൂട്ടിക്കുഴഞ്ഞ് കാണാൻ ഭംഗിയില്ലാത്ത, ആകൃതിയില്ലാത്ത, മനോഹരമല്ലാത്ത അവൻ വല്ലാത്ത സ്ഥിതിയിലായിരുന്ന ഇതിന്റെ പശ്ചാത്തലം താഴെ പോയി നോക്കി നിന്നിട്ട് വേപ്പോട്ട് വന്ന് ഇപ്പൊ ഇത് പറയാണ്, എന്നെ കണ്ട എത്ര മനോഹരമായിരിക്കുന്നു, ഞാൻ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, ഞാൻ എത്ര സുന്ദരനാണ്, ഞാൻ എത്ര സുന്ദരിയാണ്, ഞാനിപ്പം പാർക്കുന്ന വീട്, ഞാൻ സഞ്ചാരിക്കുന്ന വാഹന, ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങള്, ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങള്. ഹലോ സുഹൃത്തേ, നീ താഴോട്ടൊന്ന് പോയി നോക്കൂ. അവൻ നീ എവിടെയായിരുന്നു, നീ എങ്ങനെയായിരുന്നു, നീ ആയി തീരുവാൻ നിന്റെ കയ്യിലെടുത്ത ഒരു കുശവനുണ്ട്. പരമാധികാരിയായ, സർവശക്തനായ, സർവവല്ലഭനായ, ദൈവമായ ഒരു ദൈവമുണ്ട്. അവന്റെ കരവിരുതാണ് നീ കാണുന്ന സകലവും. The raw material out of which this fan was made, out of which this pedestal fan was made, you will see it would have been somewhere deep down in the earth, mixed with a lot of oil, mixed with a lot of dust and dirt, and out of that someone came and pulled it out and took it out and molded it into such a good looking fan that you see. And this fan has got a boast saying how beautiful I am, what a beautiful handsome guy I am, person I am. നമ്മുടെ ഈ തോടുകളിലൊക്കെ ചെല്ലുമ്പോൾ തോട് റിവർ, അവിടെ ചെല്ലുമ്പോൾ ചെറിയ കല്ലുകൾ, ഇങ്ങനെ മിനുസമുള്ള കല്ലുകൾ, ഞാൻ എത്രയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിനുസമുള്ള കല്ലുകൾ ഇതെല്ലാം നമ്മൾ കാണുമല്ലോ. എവിടെ ഈ കല്ല് തോട്ടിനകത്ത് അല്ലെങ്കിൽ റിവറിനകത്ത്, ആറിനകത്ത് ഇത് വന്ന് ഇത്ര മനോഹരമായി മിനുസമുള്ള കല്ലായി തീർന്നതിൻ്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട്. Praise the Lord. You go by the river bank, you will find pebbles. The pebbles are so rounded, and this is to shape. Nobody sat there to shape those pebbles, right? There's a story behind these pebbles. How come they're so sharp? How come they're so soft and rounded and so nice to hold in our hands? It's got a story behind it. ഇതെന്നോ എവിടെയോ പരിവരുത്ത് മരിക്കമില്ലാത്ത, കാണാൻ ആകൃതിയില്ലാത്ത, കൊള്ളാത്ത ഒരു പാറയിൽ നിന്ന് വന്ന ഒരു പാറ കഷണം. Praise the Lord. This is a chunk. It's a rock, a bit of a rock which came tumbling down from some hill or from some mountain. It came rolling, undergoing all the pressures and all of this. It came down. It was not good to see. ഞാൻ പറഞ്ഞു
ഇതിങ്ങനെ അനേക കുത്തൊഴുക്കുകൾ വെള്ളച്ചാട്ടത്തിനകത്ത് വെള്ളത്തിൽ കൂടി കുത്തി ഒഴുകി ഒഴുകി എവിടേക്കോ തട്ടി ഏതൊക്കെയോ പാറയിൽ തട്ടി ഇടുങ്ങി പാമി സ്വോത്രം എവിടേക്കോ തട്ടി കൂർത്തതും ആകൃതി ഇല്ലാത്തതൊക്കെ every sharp edge, the corners that were sharp, it all got chipped off, it got cut off. It was molded, it was rounded, and it was made into a good shape. When you take a pebble into your hands, you're so happy to own that pebble. ഒന്ന് എഴുന്നേറ്റ് ഇദ്ദേഹത്തിന്റെ എല്ലാ ഇദ്ദേഹത്തിന്റെ സമപ്രായക്കാർ പലരും മുറിക്കത് തുടങ്ങിയിരിക്കുന്നു. പലരും ലോകത്ത് തകർന്ന് നിരാശീകരിക്കും. ഞങ്ങൾ ഇന്നും ഇവിടെ വന്ന് സ്തുതിക്കുവാൻ, ഈ ശബ്ദം പുറത്തു വരുവാൻ, ആയുസ്സോടെ നിർത്തുവാൻ എന്റെ അപ്പൻ കാണിച്ച കരുണ ഒരു മനോഹര പാത്രമാക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഓർക്ക് ഹല്ലേലൂയ. പലരും തകർന്നുപോയി, പലരും നശിച്ചുപോയി, പലരും നിരാശരായി, പലരും കിടപ്പിലായി, പലരും വിട്ടുപോയി പോകുന്നു. എങ്കിലും ദൈവമേ, നീ എന്നെ കൊണ്ടുവന്ന സകല വഴികൾക്കായി സ്തോത്രം. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടിട്ട് തല കൊണ്ട് ചെന്ന് അങ്ങോട്ട് ഓടി. തലയ്ക്ക് ഭയങ്കര വേദന. അവിടെ ക്ലിയറാക്കി ആ ചിന്താമണ്ഡലം മൊത്തം മാറ്റുകളായി. അത് കാര്യം ഒറ്റ കഴിച്ചു. ഡോക്ടർ നീ എന്തോ പറയുന്നത്, ആർത്രൈറ്റീസോ കീത്രൈറ്റീസോ എന്തോ പറയട്ടെ. ഇന്ന് ഇങ്ങനെ ഈ വചനം കൊണ്ടാണ് ചിന്തിച്ചത്. ഇനിയിപ്പോൾ എപ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്? അച്ഛാ ഇന്ന് പ്രാർത്ഥന കൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ട് ഈ കാര്യം ഇപ്പോൾ വേറെ ഒന്നിനും പോകത്തില്ല, ചർച്ചയിലേക്ക് പോകുന്നു. Praise Lord. When God starts working on you, you'll be a person who'll say, like the deer panted for the waters, my soul longeth after you. You will not want to go anywhere. You will not want to enjoy the world. You say, my happiness, my enjoyment, my peace of mind, everything comes when I run into the presence of God. I need to go into the temple of the Lord, is what you would say. അങ്കിൾ ഇടയ്ക്ക് അങ്ങോട്ട് വന്നിട്ട് നമുക്കില്ല അവിടുന്ന് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. അച്ഛൻ അങ്ങോട്ട് പോകുന്നില്ല, ചർച്ച പ്രാർത്ഥനയോട് വേറെ അവരെ വിളിച്ച് പറ. ഇപ്പൊ ആന്റിയുടെ ഭർത്താവുകൾ ഇരിക്കില്ല. എത്ര മനോഹരമായ അനുസ്തോത്രം പറയാൻ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിക്ഷനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നിന്റെ മുഖം കാണുവാനത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിലും നിന്റെ സാന്നിധ്യം അറിവാൻ സന്ധി പറയാനുള്ളത് നല്ലതാണോ അല്ലേ? Praise Lord. Praise the Lord. How if you can say thank you, Lord, for everything that you've taken me through, every situation that you've taken me. Thank you for the valleys, thank you for the depths, thank you for the darkness, everything that I've been through in my life to mold me as per your will. Become so proud. By the cross you thank the mighty Lord. With the blood that was still at the light. ഈ രാവിലെ എത്ര പേർക്ക് നന്ദിയുണ്ട്. ദൈവം എന്നെ കൊണ്ടുവന്ന എല്ലാ അനുഭവങ്ങൾക്കും, എന്നെ ഒരു മനോഹരമാക്കുന്ന, എന്നെ ആകൃതിയിലാക്കുന്ന, രൂപഗുണമുള്ളതാക്കിയ, എന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന, നിന്റെ സന്നിധിയിൽ ഇരുത്തിയ, നിന്റെ കൃപ പകർന്ന, നിന്റെ അഭിഷേകം നിറച്ച, നിന്റെ ശക്തി പകർന്ന കൃപയ്ക്കായി സ്തോത്രം. Only we can say, Lord, I thank you for every ups and downs, every uphill and downhill that came into my life, every valley of the shadow of the death that I had to go through, every valley of the battle that I had to go through, every tears that came into my life. I praise you, Lord, so that I'm being molded every day into the image of your Son, Jesus Christ, so that at the trumpet call, I might be received unto you. I praise and I thank you for every pruning, every molding, every correction, everything that you do in my life. Thank you, Lord. ദൈവം എടുത്ത് പണിഞ്ഞ് ഇങ്ങനെ ദൈവം കാണിച്ച് കർണ കാണിച്ച് സ്നേഹമൊക്കെ കാണിച്ചു. ചില ഞാൻ എപ്പം വരാം, മമ്മിയും പപ്പയും വിളിച്ചോട് ഇതാ കഴിഞ്ഞോട് കാരണത്ത് വരാം. അത് കഴിഞ്ഞ് പെണ്ണുമ്പിള്ളിക്ക് ഫോൺ ചെയ്ത് ഉച്ച ഓഫ് ചെയ്തിട്ട് ദൈവത്തിന്റെ ദയയും
കരളിയൊക്കെ നീ ദീർഘക്ഷമയെ. നിനക്ക് ഈ പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ പുസ്തകവും ദൈവദാസന്മാരൊക്കെ ആരും നിന്റെ കാര്യത്തുള്ളതല്ല. നിന്നോട് ദൈവം കഠിനമായി വഴിപാട്ടിയിരുന്നെങ്കിൽ പറമോനെ പോലെ നീ ചെങ്കടലിൽ താണുപോയനെ. Praise the Lord. Many of them don't understand. Praise the Lord. Many of you don't understand. Do you understand from where you came? How people rejected you? How people said, get out from here? How people said you are not needed here anymore? In the midst of that, God brought you to who you are today. And today you don't have time for God. You don't have time for the men of God. Those who spend hours and days and without eating and food and this and prayed for you stood in the gap. You have no reverence for man and God. Where will God use you? Where will God use you? എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരുവരെങ്കിലും Is there anyone else seated here who can say tomorrow also I will be like I am today? Next moment too, I will be alive and do this and that. I will go to that city and I will do this and that tomorrow. Is there anyone who can make a prediction? Who can assume what is going to come in your life today? Next moment, what is going to happen? Every one of us into what we have become today is no easy path. It has been a tough path. It has been a lot of things that we've gone through. In order for God to mold you into who you are today, He's taken you through a tough path. ഞാനൊരു ദൈവദാസനായി നിൽക്കുന്നതിന് എന്നെ കൊണ്ടുപോയ ഒരു പാത. There's a path that the man of God has become who he is today is because God has led him to a path. ഞാൻ ചോദിച്ച ദൈവം എന്തിനാണ്? Many times we ask why, Lord. എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ ക്യാമ്പ് മരിച്ചു ഒന്നാക്കി അവൻ എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കും. Praise the Lord, He's working on me. Day and night He's working on me. He finished working on the universe. He finished working on the sun, the moon and stars. But His work on me is still unfinished. In order to make me that perfect utensil, to make me the perfect container, a perfect pot, so that His hands can run through me when I'm finished. നല്ലൊരു പൊസിഷനിലായിരുന്നു. God was working for the Indian Army. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല. And when I look at Uncle, I'm nothing before him. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. But I said, Uncle, please stand up. അങ്ങനെ എഴുന്നേറ്റ്. Uncle stood up. അങ്ങനെ മുമ്പോട്ട് വാ. Uncle, please come forward. മുമ്പോട്ട് വാ. Praise the Lord. ഈ രൂപത്തിലാക്കി മാറ്റിയ. Hallelujah. Uncle was not like this before. ഞാനിതെല്ലാം മനസ്സിൽ അറിയാവുന്ന ഒരാൾ തന്നെ ഞാൻ കേട്ടോ. അഹങ്കാരമൊന്നുമല്ല. ഇതെല്ലാം പൊസിഷൻ അറിയാം, നിലകൾ അറിയാം, സകലം അറിയാം. പക്ഷെ ദൈവസന്നിധി രൂപപ്പെട്ടോ ഇല്ലയോ? Was not Lord like 19 years ago. Very different person. And you see, Uncle, he's so. It's not that we don't rever him. It's not that we don't honor him. We do understand who he is. We do understand his position in society. But as men of God, when they call out to them, they're so willing. You're so willing to be humble in the presence of God. It's because of the work in the lives of Uncle and Auntie that God has done. അർത്ഥം മനസ്സിലായി കേട്ടോ. എന്താണ് ആകർഷണം? എന്താണ്? What do you mean by calling me being attracted? മക്കളെ, പണിയപ്പെട്ടെന്ന് ഗുണമുണ്ടോ? ഇതാണ് പണി. This is called the work of God in the life of a person. Praise the Lord. Holy Spirit, the power of God. പറയാണ് ഞാൻ മുൻപേ നിഷ്ഠൂരനായിരുന്നു, കുലപാതകനായിരുന്നു. Praise the Lord. Apostle Paul says, earlier I was a murderer, earlier I was a very wicked person, earlier I was a ruthless person, I was a hard-hearted person, is what Apostle Paul says about himself. ഇപ്പോൾ ഞാൻ ആരായിത്തീർന്നു? But who am I now? ഇപ്പോൾ ഞാൻ എന്തായിത്തീർന്നു? What have I become? What has become of me now? കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് രൂപഗുണമില്ലാത്ത എത്ര പേരുണ്ട്? Praise the Lord. How many of you say I was totally hopeless? I thought my life was totally done with. God molded me and got me to who I am today. Lord, I'm still giving myself into your hands. Hallelujah. Praise you, Lord. Mold me, make me as
a vessel of your choice, prove me, do whatever it requires to make me as per your will, is what we need to say. ചുമ്മാ കുറെ അന്യഭാഷയും പറഞ്ഞ് പാട്ടും പാടി കൈ അടിച്ച് പോകുന്നതല്ല ക്രിസ്ത്യൻ ജീവിതം. Christian life is not you come to the church as a Sunday church goer and then you be a superficial Christian on a Sunday and you sing praises and you worship in tongues on a Sunday, you give an attendance and go back. That is not what Christian life is all about. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങൾ അങ്ങനെയാണ്. How are you children before your parents? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ എങ്ങനെയാണ്? Wives, how are you before your husbands? ഭർത്താക്കന്മാരെ ഭാര്യയുടെ മുമ്പിൽ എങ്ങനെയാണ്? Husband, how are you before your wife? സഭയിൽ നിങ്ങൾ എങ്ങനെയാണ്? How are you in the church of God? പണിയാനുണ്ടോ? Is there work yet to be സമൂഹത്തിൽ നിങ്ങൾ done? എങ്ങനെയാണ്? How are you in the society? പണിയാനുണ്ടോ? Is there work that needs to be done? രാവിലെ എത്ര പേർക്ക് ബോധ്യമുണ്ടായി? How many of you really understand? എന്റെ ഒത്തിരി പണി നടക്കും. Lord, you have got a lot of work to be done in order to make me the exact image of your son Jesus. ഇന്ന് ഞാൻ അവന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. Lord, I'm yielding myself into your hands. പണിയാനായി എന്നെ ഏൽപ്പിക്കുക. Lord, I submit myself. Jesus. Chisel me, mold me, make me, do whatever it takes for you to make me into your son. അങ്ങനെ അവന്റെ കയ്യിലിരിക്കുകയാണ്. Praise the Lord. At age 88, Uncle also has got to say that today also I am in his hands and I want him to mold me and make me as per the vessel of his choice. Uncle also has to say that today. ഇവിടുന്ന് ഡിപ്രഷനാകുന്നതിന് മുൻപ് എന്റെ ഒപ്പൻ അങ്കിള് ഒരു ആകൃതിയാക്കി മാറ്റാൻ ചിലപ്പോൾ ഉദ്ദേശമുണ്ടായിരുന്നേക്കാം. Praise the Lord. God, that before I call my son back home, I want him to be molded totally into the image of my son Jesus Christ. തമിഴ് വിശ്വാസികളൊക്കെ വന്നതുകൊണ്ട് ഞാനിതൊന്നും തീർന്നൊന്നുമില്ല. ഇവരെ നിർത്തുകയാണ് കേട്ടോ. ദൈവാത്മാവിന്റെ അത്യന്ത സാന്നിധ്യം അനുഭവിക്കുന്നത് ഉറങ്ങാനും മയക്കാനും ഇതിനകത്താക്കാറുണ്ട്. അവ സ്വത്രം ഉദാസീനതയോട് ഇതിനകത്താനും വരരുത്. ആൾ കൂടിയോ കുറയോ ഒക്കെ ചെയ്യാം. ഇന്നലെ രാവിലെ ഞാൻ ഇന്നലെ ഇട്ട് കസേര ഇട്ടിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇട്ട കസേര മൊത്തം നിറയണം. ഇതിനകത്തെല്ലാം നിറഞ്ഞിരിക്കും. ഇതിനകത്തൊക്കെ ഇരിക്കാൻ ആൾക്ക് നടക്കണം. അവൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അനുസരിച്ചോണം. ദൈവത്തെ ഭയപ്പെടണം. അവൻ ദൈവമാരെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും വലിയ ദൈവമാരാണ്. Praise the Lord. Hallelujah. We need to know who God is. About everything else is God. എല്ലാ കണ്ണുകളോടെയാ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ.